ഞങ്ങളെ വിളിപ്പിക്കില്ല മാർത്താസ്. സമയം 5 മണിയായാലും പണി ഒന്നും തീർന്നിട്ടുമില്ല. പണി തീർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് യേശുവിന്റെ പ്രസംഗം കേൾക്കാമായിരുന്നു. അതിനെന്താ മാത്തേ, നമുക്ക് ഒരുമിച്ച് പോകാം. ഈ പാട്ടും കൂടെ ഞാൻ പാടിയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. മറിയേ, നീ ഇവിടെ തീ കത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് യേശുവിന് നമ്മളാണ് എന്നെ കൊടുക്കുന്നത് നിനക്ക് അറിയാമല്ലോ. അതിലൊരു തീ പോലും ഇതുവരെ കത്തിച്ചിട്ടില്ല. എന്തൊക്കെ സാധനം എന്നെ ഒരുക്കാൻ കിടക്കുന്നു. ഡിന്നറിന് സ്റ്റാർട്ടർ വേണം, വെൽക്കം ഡ്രിങ്ക് വേണം, അപ്പം വേണം, ഫിഷ് മോളി വേണം, ചോറും കൂട്ടാനും, അങ്ങനെ ഒരു 10 കൂട്ടം സാധനങ്ങൾ ഒരുക്കിയാലേ എനിക്കൊരു മനസ്സമാധാനം ലഭിക്കൂ. മാത്തേ, നിനക്കറിയില്ലേ, ഗുരുവിനെ ഏറെ ഇഷ്ടം അപ്പവും വീരും, പിന്നെ അത്തിപ്പഴം വളരെ സന്തോഷം. നാസിറച്ചായ എങ്ങോട്ടാണ് ഈ ബാഗൊക്കെയായി പോകുന്നത്? മാത്തേ, നീ അറിഞ്ഞില്ലേ, യേശു ഗലീലയിൽ പ്രഭാഷണം നടത്തുന്നു. അനേകം അവിടെ സൗഖ്യമാണെന്ന് കേട്ടു. ഗുരുവർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ഊമർ സംസാരിക്കുന്നു, അങ്ങനെ പല പല അത്ഭുതങ്ങൾ. ഞാൻ അങ്ങോട്ട് പ്രഭാഷണം കേൾക്കാൻ പോവുകയാണ്. നീ വരുന്നു എന്റെ കൂടെ? എനിക്ക് വരണമെന്നുണ്ട്. പക്ഷേ നാസിറച്ചായ യേശുവിന്റെ ഡിന്നർ വെച്ച കാര്യം മറന്നുപോയോ? അതുകൊണ്ട് ഈ ലിസ്റ്റിലുള്ള ഫുൾ സാധനങ്ങൾ വാങ്ങിച്ചു തന്നിട്ട് പോയാൽ മതി. മാത്തേ, ഞാൻ സൂപ്പർ മാർക്കറ്റിലോട്ടല്ല പോകുന്നേ, വചനം കേൾക്കാനാണ് പോകുന്നേ. ഞാൻ വചനം കേട്ടിട്ട് വരുമ്പോൾ ഇത് വാങ്ങിച്ചാൽ മതിയോ? അതെങ്ങനെ ശരിയാണ്? ഇവിടെ ഫിഷ് പൊള്ളിക്കാൻ സീഗ്രി, ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ ചിക്കൻ, എന്തിനു പറയുന്നു, കസ്റ്റാർഡ് ഉണ്ടാക്കാൻ ബെറീസ്, നട്ട്സ്, മിൽക്ക് ഒന്നുമില്ല. അതിന്റെ സാരമില്ല, ഞാൻ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്തോളാം. മാത്തേ, നീയുടെ വചനം കേൾക്കാൻ ഗുരു പറഞ്ഞിരിക്കുന്നത് ആദ്യം അവന്റെ രാജ്യം അന്വേഷിക്കുവാനാണ്. മറിയെ, എനിക്ക് വരാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. മറ്റുള്ളവർ കൊടുക്കുന്ന ഡിന്നറിനെക്കാളും എന്റെ ഡിന്നർ കളർഫുൾ ആക്കണം. അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ. എനിക്ക് എന്നും അടുക്കള തന്നെ ശരണം. എങ്കിൽ ശരി, ഞങ്ങൾ പോകട്ടെ. പൊക്കോളൂ. പിന്നെ ഗുരുവെങ്ങാനും ഞാൻ എന്ത് എന്ന് ചോദിച്ചാൽ സൂമിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞേക്കണം. പിന്നെ സൂം ചെയ്യുന്ന ആൾക്കാരോട് പറയണം, ഓഡിയൻസിനെ കാണിക്കുന്നതിന് പകരം യേശുവിനെ ഫുൾ ടൈം കാണിക്കാൻ. ഇനി വല്ല അത്ഭുതമെങ്ങാനും നടന്നാൽ അത് വാട്സപ്പിലോ ഇൻസ്റ്റയിലോ ഷെയർ ചെയ്യാൻ നീ മറക്കരുത്. അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്താലും മതി. എന്തായാലും അവര് പോയി. ഇനി വരാൻ എന്തായാലും വേറെ സമയം എടുക്കും. ഈ സമയം ഞാൻ ഇന്നലെ കണ്ട സീരിയലിന് ബാക്കി എന്തായിരുന്നു നോക്കട്ടെ. അല്ല, ഇതാണ് എങ്ങോട്ട് രണ്ടുപേരും കൂടി? നിങ്ങൾ പോയില്ലേ ഗുരുവിന്റെ പ്രസംഗം കേൾക്കാൻ? ഞങ്ങൾ പോയി. നല്ല അനുചിതമായ പ്രസംഗം. മറിയയും ലാസറും 2 വകയുണ്ടായിരുന്നല്ലോ. അത്രയൊന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ പ്രശ്നം തന്നെ എന്നും പറഞ്ഞു. ഞാനാണ് അതിനൊന്നില്ല. പിന്നെ കഞ്ഞീരെ മണം പിടിച്ചപ്പോഴാണ് എനിക്ക്. അങ്ങേരെ കഴിക്കാനല്ലേ വരുന്നത്? പിന്നെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളൊന്നും അറിയുന്നില്ല. മറിയാണെങ്കിൽ വീട്ടിൽ ഫുൾ ടൈം ബൈബിൾ വായന, പാട്ട്, പ്രാർത്ഥന, പിന്നെ വല്ലപ്പോഴും ലേഡീസ് കോർഡിനേറ്റർ ജിബി വിളിക്കുമ്പോഴാണ് പലതുമൊക്കെയൊന്ന് അറിയുന്നത്. നേരത്തെ നമ്മളൊന്നും വേണ്ടാത്തത് പറയണ്ട. ഗുരു പറഞ്ഞിട്ടില്ലേ, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ന്യായത്തിന് മുന്നിൽ നിൽക്കേണ്ടതാകുന്നു. എന്നാ നീ പൊക്കോ, ഞങ്ങൾ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് വരാം. പിന്നെ നിനക്ക് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്തു തരണം മാർത്തേ. എന്നാൽ നീ കിച്ചണിലേക്ക് വാ, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞതാ. അയ്യോ, ഇപ്പോഴാ ഓർത്തെ. പിള്ളേര് സ്കൂളിൽ വിട്ട് വരാൻ സമയമായി. ഞാൻ എന്നാ വേഗം പോകട്ടെ. എന്നാലും അവിടെ എന്ത് ചെയ്യാമായിരുന്നു? മാത്തേ, നീ ഇതുവരെ പണിയൊന്നും തീർത്തില്ല. ഇവിടെ മൊത്തം അഴുക്കാണല്ലോ. തീർന്നില്ല, എനിക്ക് സമയം കിട്ടിയില്ല. മറിയ വന്നല്ലോ, ഇനി അവളെന്നെ സഹായിക്കട്ടെ. അല്ലെങ്കിൽ എനിക്ക് അറിയാമായിരുന്നു നീ പണി ചെയ്യാതെ മൊബൈൽ നോക്കി ഇരിപ്പാണെന്ന്. മാത്തേ, നിന്നെ ഇന്നും കണ്ടില്ലല്ലോ. യോനാച്ചാൻ അറിയാമല്ലോ ഇവിടെ ആരാ പണിയെടുക്കുന്നതെന്ന്. അതുകൊണ്ട് ഡിന്നർ വരുന്ന തിരക്കിലായിരുന്നു. എന്നാ വേഗം ആയിക്കോട്ടെ, യേശു വരാൻ സമയമായി. യേശുവെ, മറിയോട് എന്നെ സഹായിക്കാൻ വരാൻ പറ. ഞാൻ ഒറ്റയ്ക്കാണ് ഈ പണി എല്ലാം ചെയ്യുന്നത്. ഓർത്തെ, നീ പലരെയും ചൊല്ലി വിചാരിക്കുന്നു. പറയാൻ നല്ല അക്ഷരം തന്നെ.
അത് അറിയുന്നതിന് ആരും കേൾക്കുകയില്ല. സമയം കണ്ടെത്തി ഉപയോഗിക്കുക. ഇത് ദുഷ്കാര്യമാകിയാൽ വളരെ പരിജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യുക. വിശുദ്ധിയോടെ ജീവിക്കുക. ഈ ലോകത്തിന് അനുയോജ്യമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവും ദൈവയുടെ മക്കളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക.